Dear students, we are going on to the next part of biomolecules, that is biomacromolecules. First part we have biomicromolecules. Now we are going to study biomacromolecules. So biomacromolecules എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. 1000 ഡാൽട്ടനേക്കാളും കൂടുതൽ മോളിക്കുലർ വെയിറ്റ് ഉള്ള എല്ലാ മോളിക്യൂൾസ് ആണ് ബയോമാക്രോമോളിക്യൂൾസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. So first we can see which all biomolecules are included as biomacromolecules. They include proteins, polysaccharides, nucleic acids. Their molecular weight is 10,000 Dalton and above. Acid insoluble fraction includes macromolecules from cytoplasm and organelles. So biomacromolecules acid insoluble fraction അല്ലെങ്കിൽ റീറ്റെൻഡേറ്റിലാണ് വന്നത്. നമ്മൾ ടിഷ്യൂ ഗ്രൈൻഡ് ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുത്തപ്പോൾ കോട്ടൺ തുണിയിൽ വന്നിരുന്നതാണ് ബയോമാക്രോമോളിക്യൂൾസ്. ദറ്റ് ഈസ് ആസിഡ് ഇൻസോലുബിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ്. അതിൽ വരുന്ന 3 ബയോമോളിക്യൂൾസ് ആണ് പ്രോട്ടീൻ, പോളിസാക്കറൈഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ദർ മോളിക്കുലർ വെയിറ്റ് ഈസ് approximately 10,000 Dalton. അതിൽ ലിപ്പിഡ് മാക്രോമോളിക്യൂൾ അല്ല, ബിക്കോസ് its molecular weight is not more than 1000 Dalton. It is only 800 Dalton. പക്ഷേ അത് ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷനിലാണ് ലിപ്പിഡ് വന്നിരുന്നത്. ലിപ്പിഡ് എന്താണെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. കാരണം ലിപ്പിഡ് ഡിസോൾവ് ആയിരുന്നില്ല. When a tissue is grinded, cell membranes are broken and form water insoluble vesicles. They cannot be filtered along acid soluble fraction. ഫിൽട്ടർ ചെയ്ത് ഫിൽട്രേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ലിപ്പിഡ്. ബട്ട് ലിപ്പിഡ് ഈസ് നോട്ട് എ മാക്രോമോളിക്യൂൾ ബിക്കോസ് ഇറ്റ്സ് മോളിക്കുലർ വെയിറ്റ് is only 800 Dalton. Average composition of cells. സെല്ലിൽ വരുന്ന ആവറേജ് കോമ്പോസിഷൻ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഇത്ര പെർസെൻറ്റേജ്. വാട്ടർ 70 to 90%. സെല്ലിൽ 70 to 90% വാട്ടറാണുള്ളത്. പ്രോട്ടീൻ 10 to 15%. കാർബോഹൈഡ്രേറ്റ്സ് 3%. ന്യൂക്ലിക് ആസിഡ്സ് 5 to 7%. അതർ അയോൺസ്, സോഡിയം പൊട്ടാസ്യം അയോൺസ്, അങ്ങനെ അയോൺസ് ഒക്കെ 1%. ഇതാണ് ഒരു സെല്ലിലെ സൈറ്റോപ്ലാസത്തിലെ ആവറേജ് കോമ്പോസിഷൻ. ഫസ്റ്റ് വി ക്യാൻ സി പ്രോട്ടീൻസ്. ഫസ്റ്റ് ബയോമാക്രോമോളിക്യൂൾ നമ്മൾ പഠിക്കുന്നത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻസ് ആർ ഹെട്രോപോളിമർ ഓഫ് അമിനോ ആസിഡ്സ്. പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ്. അമിനോ ആസിഡ്സ് കമ്പൈൻ ത്രൂ പെപ്റ്റൈഡ് ബോണ്ട്. അതുകൊണ്ട് തന്നെ പ്രോട്ടീനെ നമ്മൾ പോളിപെപ്റ്റൈഡ് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ലീനിയർ ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്സ് ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്സ്. Peptide bond is formed when carboxyl group of one amino acid reacts with amino group of the next amino acid by releasing a molecule of water. അപ്പോൾ ഒരു മോളിക്യൂൾ വാട്ടർ റിലീസ് ചെയ്ത് ഒരു അമിനോ ആസിഡിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പും നെക്സ്റ്റ് അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പും കൂടി ചേർന്നിട്ടാണ് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുക. ദർ വൺ മോളിക്യൂൾ ഓഫ് വാട്ടർ ഈസ് ഓൾസോ റിലീസ്ഡ്. സോ പ്രോട്ടീൻ ഈസ് ഫോംഡ് ബൈ അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ് ജോയിൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാവുക. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻസ്? എന്താണ് പ്രോട്ടീൻ്റെ ആവശ്യം നമ്മുടെ ശരീരത്തിന്? ഫോർ ഗ്രോത്ത് ആൻഡ് ടിഷ്യൂ റിപ്പയർ. വളർച്ചയ്ക്കും റിപ്പയറിനും, ടിഷ്യൂസിനൊക്കെ ഡാമേജസ് ഒക്കെ ഉണ്ടായാൽ റിപ്പയറിനും ഒക്കെ പ്രോട്ടീൻ ആവശ്യമാണ്. ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് അക്രോസ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻസിൽ കൂടെ ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ. എക്സാമ്പിൾ GLUT4 എനേബിൾസ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു സെൽ. GLUT4 എന്ന പ്രോട്ടീനാണ് സെല്ലുകൾ തമ്മിൽ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത്. ദെൻ തേർഡ് ഫംഗ്ഷൻ ഈസ് it acts as intercellular ground substance. Intercellular matrix ആയിട്ട് ഒക്കെ യൂസ് ചെയ്യാം. എക്സാമ്പിൾ കൊളാജൻ. ദെൻ ഇറ്റ് ആക്ട്സ് ആസ് ആൻറ്റിബോഡീസ്. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഏതെങ്കിലും ഫോറിൻ പാർട്ടിക്കിളോ പെത്തോജൻസോ എൻ്റർ ചെയ്താൽ ദർ കോൾഡ് ആസ് ആൻറ്റിജൻസ്. ഈ ആൻറ്റിജൻസിനെ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആൻറ്റിബോഡീസും പ്രോട്ടീനാണ്. ദെൻ ഇറ്റ് ആക്ട്സ് ആസ് റിസപ്റ്റേഴ്സ്. നമ്മുടെ പല റിസപ്റ്റേഴ്സ്, സെൻസസ്, സ്മെല്ല് ചെയ്യുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത്, ഹോർമോൺസ് ഒക്കെ സെൻസ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നതൊക്കെ റിസപ്റ്റേഴ്സ് ആയിട്ട് പ്രോട്ടീൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. സം പ്രോട്ടീൻസ് ആർ ഹോർമോൺസ്. ചില പ്രോട്ടീൻസ് ഹോർമോൺസ് ആണ്, ഇൻസുലിൻ. ചിലത് എൻസൈംസ് ആണ്, ട്രിപ്സിൻ എക്സാമ്പിൾ. ദെൻ ചിലത് പിഗ്മെന്റ്സ് ആണ്, നമ്മുടെ ബോഡിയിലുള്ള ഹീമോഗ്ലോബിൻ. ഇതൊക്കെ പ്രോട്ടീനാണ്. ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ. ദെൻ മോസ്റ്റ് എബണ്ടന്റ് പ്രോട്ടീൻ ഇൻ അനിമൽ വേൾഡ്. അനിമൽ വേൾഡിലെ ഏറ്റവും ധാരാളമായി കാണുന്ന പ്രോട്ടീനാണ് കൊളാജൻ. മോസ്റ്റ് എബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ബയോസ്ഫിയർ. എൻറ്റയർ ബയോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് റുബിസ്കോ എന്ന പ്രോട്ടീനാണ്. റുബിസ്കോയുടെ ഫുൾ ഫോം ആണ് റിബുലോസ്
biphosphate carboxylase oxygenase. Ribulose biphosphate carboxylase oxygenase. Now we can see the different structural levels of protein. Protein in 4 structural levels of protein കാണാം. Primary structure, secondary structure, tertiary structure and quaternary structure. Primary structure describes the sequence of amino acids, that is positional information in a protein. Amino acid ഒരു അറേഞ്ച്മെന്റ് മാത്രമേ പ്രൈമറി സ്ട്രക്ചറിൽ ഒരു ഓർഡർ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ലെഫ്റ്റ് എൻഡിൽ ഫസ്റ്റ് അമിനോ ആസിഡും റൈറ്റ് എൻഡിൽ ലാസ്റ്റ് അമിനോ ആസിഡ് ആണ് കാണുക. സെക്കൻഡറി സ്ട്രക്ചർ ആണെങ്കിലോ, ഹിയർ വൺ ഓർ മോർ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ ഫോൾഡഡ് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ്. ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഫോൾഡ് ചെയ്ത് മടങ്ങി ഒരു ഹെലിക്സ് ആയിട്ട്. പ്രൈമറി സ്ട്രക്ചറിൽ അതൊരു സിംഗിൾ ലൈൻ ആയിട്ടാണ് കാണുക. സെക്കൻഡറി സ്ട്രക്ചർ ആകുമ്പോൾ അത് ഒന്ന് ഫോൾഡ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഒരു ഹെലിക്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ഓൺലി റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ്. റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ് ഹെലിക്സ് ഫോം ചെയ്യുക. എക്സാമ്പിൾ കെരാറ്റിൻ, ഫൈബ്രോയിൻ, സിൽക്ക് ഫൈബറിൽ കാണുന്ന ഫൈബ്രോയിൻ ഒക്കെ സെക്കൻഡറി സ്ട്രക്ചറിലാണ് കാണപ്പെടുന്നത്. ഫൈബ്രോയിൻ ആന്റി പാരലൽ ബീറ്റ ഷീറ്റ് റിച്ച് ഇൻ അലാനിൻ ആൻഡ് ഗ്ലൈസിൻ. സ്മോൾ സൈഡ് ചെയിൻസ് അലൗ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ അത് ഭയങ്കര ക്ലോസ് ആയിട്ട്, ദിസ് ഇസ് സെക്കൻഡറി സ്ട്രക്ചർ കെരാറ്റിൻ. കണ്ടോ, സിംഗിൾ ലൈൻ അല്ല, അതിന് വേറെ ഒരു ഫോൾസും കൂടി, ഒരു സെക്കൻഡ് ഫോൾസും കൂടി കാണുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുക. ഇത് ഹെയറിന്റെ ഒരു സ്ട്രാൻഡ് ആണ്. കെരാറ്റിൻ ഉള്ളത് ഹെയറിലാണല്ലോ. ഹെയറിന്റെ സ്ട്രാൻഡ് സെക്കൻഡറി സ്ട്രക്ചറിലാണ് കാണപ്പെടുക. ദെൻ സിൽക്ക് പ്രോട്ടീനും സെക്കൻഡറി സ്ട്രക്ചറിലാണ് കാണുക. നൗ വി ക്യാൻ സീ ദ ടെർഷ്യറി സ്ട്രക്ചർ. ഹിയർ ദ ഹെലിക്കൽ പോളിപെപ്റ്റൈഡ് ചെയിൻ ഈസ് ഫർദർ ഫോൾഡഡ് ലൈക്ക് എ ഹോളോ വുളൻ ബോൾ. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് ഒരു വുളൻ ബോൾ, ഒരു വൂള് ചുറ്റിയ ബോൾ പോലെ. വൂള് എന്നറിയാലോ, നൂല് ചുറ്റുന്ന ബോൾ പോലെയാണ് ഏകദേശം ഇരിക്കുക. അത്രയും ഫോൾഡ് ചെയ്തിട്ടുണ്ടാവും ടെർഷ്യറി സ്ട്രക്ചറിൽ. ഏകദേശം ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആയിട്ട് നമുക്ക് കിട്ടുക. ടെർഷ്യറി സ്ട്രക്ചർ ഈസ് നെസസറി ഫോർ മെനി ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ്റെ പല ആക്ടിവിറ്റീസും ബയോളജിക്കൽ ആക്ടിവിറ്റീസിനും ടെർഷ്യറി സ്ട്രക്ചർ അത്യാവശ്യമാണ്. ദെൻ ടെർഷ്യറി സ്ട്രക്ചറിലുള്ള പ്രോട്ടീൻസ് മയോഗ്ലോബിൻ, മസിലിൽ കാണുന്ന ഹീമോഗ്ലോബിൻ ആണ് മയോഗ്ലോബിൻ. ദെൻ എൻസൈംസ് ഒക്കെ ടെർഷ്യറി സ്ട്രക്ചറിലാണ് കാണുക. Then quaternary structure. Here more than one polypeptide chains form tertiary structure and each chain functions as subunits of protein. Quaternary structure എന്ന് പറഞ്ഞാൽ ടെർഷ്യറി സ്ട്രക്ചറിനേക്കാളും ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് ഒന്നും കൂടി ക്ലസ്റ്റേർഡ് ആയ പോലെ കാണുക ചെയ്യാം. എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ ക്വാട്ടർണറി സ്ട്രക്ചറിലാണ്. ഇറ്റ് ഹാസ് 4 സബ് യൂണിറ്റ്സ്. ഹീമോഗ്ലോബിൻ്റെ 4 സബ് യൂണിറ്റ്സ് ആണ്. 2 ആൽഫ സബ് യൂണിറ്റ്സും ഗ്രീൻ കളറിൽ കാണുന്നത്, 2 ബീറ്റ സബ് യൂണിറ്റ്സും. 4 സബ് യൂണിറ്റ്സ് ഉണ്ട് ഹീമോഗ്ലോബിൻ്റെ ഹീം ഗ്രൂപ്പിന്. സോ ദീസ് ആർ ദ സ്ട്രക്ചറൽ ലെവൽസ് ഓഫ് പ്രോട്ടീൻ. ദ പ്രൈമറി സ്ട്രക്ചർ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ പോലെ കാണാം. ദെൻ ഒരു ചെറിയ ഫോൾഡ് വന്നപ്പോൾ സെക്കൻഡറി സ്ട്രക്ചറായി. ദെൻ ഒന്നും കൂടി ഫോൾഡ് ചെയ്ത ക്വാട്ടർണറി സ്ട്രക്ചറായി. അത് തമ്മിൽ വീണ്ടും അസംബിൾഡ്, കുറേ ക്വാട്ടർണറി സ്ട്രക്ചർ അസംബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ് ബിക്കംസ്, കുറേ ടെർഷ്യറി സ്ട്രക്ചർ അസംബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ് ബിക്കംസ് എ quaternary structure. These are the 4 levels. Primary, അതിൻ്റെ ജസ്റ്റ് ഒരു ഫോൾഡ്, സെക്കൻഡറി, വീണ്ടും ഒരു ഫോൾഡും കൂടി വന്ന ടെർഷ്യറി, ദെൻ ക്വാട്ടർണറി. അപ്പോൾ കുറേ ക്വാട്ടർണറി സ്ട്രക്ചറിന് ഒരു അസംബിൾഡ് സബ് യൂണിറ്റ്സ് ആണ് ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. Now we can see the another macromolecule, biomacromolecule, polysaccharides. അപ്പോൾ ഇതിൻ്റെ എല്ലാം സിംപ്ലസ്റ്റ് ഫോം നമ്മൾ മൈക്രോമോളിക്യൂൾസിൽ കണ്ടിരുന്നു. പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഷുഗേഴ്സിൻ്റെ അല്ലെങ്കിൽ മോണോസാക്കറൈഡിൻ്റെ പോളിമർ ആണ് പോളിസാക്കറൈഡ്. എക്സാമ്പിൾ സ്റ്റാർച്ച്, ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. ഗ്ലൂക്കോസ് ആണ് അതിൻ്റെ മോണോമർ. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന ഒരു പോളിമർ ആണ് സ്റ്റാർച്ച്. സെല്ലുലോസും ഗ്ലൂക്കോസ് ആണ് മോണോമർ. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണ് സെല്ലുലോസിലുള്ളത്. ഗ്ലൈക്കോജൻ, അതും ഗ്ലൂക്കോസിൻ്റെ ഒരു പോളിമറാണ്. ഇനുലിൻ, ഇറ്റ് ഇസ് നോട്ട് ഇൻസുലിൻ, തെറ്റരുത്, ഇനുലിൻ. ഹോമോപോളിമർ ഓഫ് ഫ്രക്ടോസ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന പോളിമറാണ് ഇനുലിൻ. These all are polymers of sugars. അപ്പോൾ അതൊക്കെയാണ് മാക്രോ മോളിക്യൂൾസിൽ വരുന്നത്. അപ്പോൾ മൈക്രോ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് മാക്രോ മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. There are complex polysaccharides formed of amino sugars. കോംപ്ലക്സ് ആയിട്ടുള്ള പോളിസാക്കറൈഡ്സ് ഉണ്ട് അമിനോ ഷുഗേഴ്സ് കൊണ്ട് ഉണ്ടാവുന്നത്. എക്സാമ്പിൾ ഗ്ലൂക്കോസമീൻ, N-acetyl galactosamine, etc. Then chitin is the homopolymer of N-acetyl glucosamine. It is seen in exoskeleton of arthropods and
ഫംഗൽ സെൽ വോൾ. കൈറ്റിൻ എന്ന് പറയുന്നത് ഒരു പോളിസാക്രൈഡ് ആണ്, അത് ആദ്യം മനസ്സിലാക്കുക. ഇറ്റ് ഇസ് എ ഹോമോപോളിമർ എന്ന് വെച്ചാൽ കുറേ സിമിലർ മോണോമേഴ്സ് ജോയിൻ ചെയ്തുണ്ടാവുന്ന ഒരു പോളിമറാണ് ഹോമോപോളിമർ എന്ന് പറഞ്ഞാൽ. ഡിഫറെന്റ് മോണോമേഴ്സ് ജോയിൻ ചെയ്തുണ്ടാവുന്നത് ഹെറ്ററോ പോളിമർ. ഇവിടെ കൈറ്റിൻ എന്ന പോളിമർ അല്ലെങ്കിൽ പോളിസാക്രൈഡ് ഫോം ചെയ്യുന്നത് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീൻ ജോയിൻ ചെയ്തിട്ടാണ്. കുറേ എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീൻ മോളിക്യൂൾസ് ജോയിൻ ചെയ്തിട്ടാണ് കൈറ്റിൻ മോളിക്യൂൾ ഉണ്ടാവുക. കൈറ്റിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആർത്രോപോഡിന്റെ ഒക്കെ എക്സോസ്കെലറ്റൻ, കോക്രോച്ചിന്റെ ഒക്കെ എക്സോസ്കെലറ്റൻ ഫോം ചെയ്തിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. സോ കൈറ്റിൻ ഇസ് എ പോളിസാക്കറൈഡ്. Glycosidic bond in polysaccharides. It is the bond formed when individual monosaccharides are linked between two carbon atoms by dehydration. രണ്ട് മോണോസാക്കറൈഡ്സ് കമ്പൈൻ ചെയ്തിട്ട് ആണ് ഡൈസാക്കറൈഡ് ഉണ്ടാവുക. കുറേ ഡൈസാക്കറൈഡ്സ് കമ്പൈൻ ചെയ്തിട്ട് പോളിസാക്കറൈഡ് ഉണ്ടാവുന്നു. സോ രണ്ട് മോണോസാക്കറൈഡിന്റെ ഇടയിലും ഫോം ചെയ്യുന്ന ആ ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അവിടെയും ഒരു വാട്ടർ മോളിക്യൂൾ ആ സമയത്ത് ബോണ്ട് ഫോർമേഷൻ സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്നു. ഇത് ഗ്ലൈക്കോജൻ എന്ന പോളിസാക്കറൈഡിന്റെ ഒരു ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. Another polysaccharide is starch. Starch forms helical secondary structure. It can hold iodine molecules in the helical portion, giving blue color. സാധാരണ സ്റ്റാർച്ചിലൊക്കെ അയഡിൻ ആഡ് ചെയ്താൽ ബ്ലൂ കളർ തരും. അതിന് കാരണം സ്റ്റാർച്ചിന്റെ സെക്കൻഡറി സ്ട്രക്ചറിന് അയഡിൻ മോളിക്യൂൾസിനെ ഹോൾഡ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്, അതാണ് ബ്ലൂ കളർ തരുന്നത്. സെല്ലുലോസ് ഹാസ് നോ കോംപ്ലക്സ് ഹെലിസസ് ആൻഡ് ദെയർഫോർ കനോട്ട് ഹോൾഡ് I2. അയഡിനെ ഹോൾഡ് ചെയ്യാൻ സെല്ലോസിന് പറ്റില്ല, കാരണം കോംപ്ലക്സ് ഹെലിക്കൽ സ്ട്രക്ചേഴ്സ് സെല്ലോസ് ഫോം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അയഡിൻ മോളിക്യൂളിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇറ്റ് ഡസ് നോട്ട് ഗിവ് ബ്ലൂ കളർ. സ്റ്റാർച്ച് ബ്ലൂ കളർ തരാനുള്ള കാരണം ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹെലിക്കൽ secondary structure. This structure can hold iodine molecules. Then another biomacromolecules. You have already studied that they are nucleic acids. രണ്ട് തരം ന്യൂക്ലിക് ആസിഡ്സ് നമ്മൾ കണ്ടു, DNA and RNA. Nucleic acids are heteropolymer of nucleotides. That is, many nucleotides are linked to form polynucleotide. കുറേ ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്ത് ഉണ്ടാവുന്ന ഒരു പോളിമറാണ്, ഹെറ്ററോപോളിമറാണ് ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്താ നമ്മൾ കണ്ടിട്ടുണ്ട്, 3 കമ്പോണൻസ് ആണത്. പെൻറ്റോസ് ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇതാണ് ന്യൂക്ലിയോടൈഡിൽ. ഇങ്ങനെയുള്ള കുറേ ന്യൂക്ലിയോടൈഡ്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്ന ഒരു ലോങ് ചെയിൻ ആണ് പോളിന്യൂക്ലിയോടൈഡ്. അതാണ് ന്യൂക്ലിക് ആസിഡ്സ്. രണ്ട് തരം ന്യൂക്ലിക് ആസിഡ്സ് കണ്ടു, DNA ആൻഡ് RNA. സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് DNA. DNAയുടെ സെക്കൻഡറി സ്ട്രക്ചർ, there are more than a dozen forms of DNA such as A, B, C, D, E, Z. കുറേ ഫോംസ് ഉണ്ട് DNAയുടെ. DNA consists of 2 polynucleotide strands arranged anti-parallelly as a double helix. അപ്പോൾ രണ്ട് polynucleotide strand കാണാതെ, this is the first strand, this is second one. രണ്ട് സ്ട്രാൻഡ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു DNA ചെയിൻ ഉണ്ടാവുന്നത്. രണ്ട് polynucleotide strands ജോയിൻ ചെയ്യുന്നു. അത് ആന്റി പാരലൽ ആണ്. ഹിയർ യു ക്യാൻ സീ ദ പൊളാരിറ്റി. 5' to 3' ആണ് ഈ ചെയിൻ്റെ പൊളാരിറ്റി എങ്കിൽ ദിസ് ചെയിൻ്റെ ആന്റി പാരലൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കും. 3' to 5' ആണ് പൊളാരിറ്റി. In DNA, a nucleotide consists of nitrogen base, deoxyribose sugar and phosphate group. Backbone of DNA is formed by sugar phosphate sugar chain. DNA strandന്റെ ബാക്ക്ബോൺ ഉണ്ടാക്കുന്നത് ഷുഗറും ഫോസ്ഫേറ്റും ചേർന്നിട്ടാണ്. സ്റ്റെപ്സ് ആർ ഫോംഡ് ഓഫ് നൈട്രജൻ ബേസസ്. ഇടയിൽ നൈട്രജൻ ബേസസ് ആണ് കണക്ട് ചെയ്യുന്നത്. നൈട്രജൻ ബേസസ് ഇൻക്ലൂഡ് എഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. Uracil is absent in DNA, but it is present in RNA. Adenine pairs with thymine. അപ്പോൾ ഇടയിൽ കാണുന്ന നൈട്രജൻ ബേസസ് പെയർ ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് പെയർ ചെയ്യപ്പെടുന്നത്. അഡനിൻ എപ്പോഴും തൈമിനായിട്ട് മാത്രമേ പെയർ ചെയ്യുള്ളൂ. അഡനിൻ്റെയും തൈമിൻ്റെ ഇടയിൽ 2 ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യപ്പെടുന്നു. ഗ്വാനിൻ പെയേഴ്സ് വിത്ത് സൈറ്റോസിൻ ബൈ 3 ഹൈഡ്രജൻ ബോണ്ട്സ്. അപ്പോൾ ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യപ്പെടുന്നു. A phosphate molecule links the 3' carbon of the sugar of one nucleotide to the 5' carbon of the sugar of the next nucleotide. Phosphate molecule ആണ് രണ്ട് ന്യൂക്ലിയോടൈഡ്സിനെയും ജോയിൻ ചെയ്യുന്നത്. ഇത് ഒരു ന്യൂക്ലിയോടൈഡിന്റെ 3' കാർബണിനെയും അടുത്ത ന്യൂക്ലിയോടൈഡിന്റെ 5' കാർബണിനെയും
കമ്പൈൻ ലിങ്ക് ചെയ്യിക്കുകയാണ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ ചെയ്യുക. ബോണ്ട് ബിറ്റ്വീൻ ഫോസ്ഫേറ്റ് ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് ഷുഗർ ഈസ് എസ്റ്റർ ബോണ്ട്. അപ്പോൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗറും തമ്മിൽ ഫോം ചെയ്യുന്നത് എസ്റ്റർ ബോണ്ടാണ്. ആൻഡ് ദർ ഈസ് വൺ സച്ച് എസ്റ്റർ ബോണ്ട് ഓൺ ഐദർ. രണ്ട് വശത്തും ഓരോ എസ്റ്റർ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് അത് ഈസ് കോൾഡ് ആസ് ഫോസ്ഫോ ഡൈ എസ്റ്റർ. ഡൈ മീൻസ് ടു. ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് വഴിയാണ് ലിങ്കേജ് നടക്കുന്നത്. ദ ബോണ്ട് ബിറ്റ്വീൻ ഷുഗർ ആൻഡ് നൈട്രജൻ ബേസ്. ഷുഗറും നൈട്രജൻ ബേസും തമ്മിലുള്ള ബോണ്ട് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പൊ രണ്ട് ബോണ്ട്സ് ഉണ്ട്. ഷുഗറും നൈട്രജൻ ബേസും തമ്മിൽ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ടും, ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗറിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും തമ്മിൽ എസ്റ്റർ ബോണ്ടും ഫോം ചെയ്യുന്നു. ഇൻ ബി ഡി എൻ എയുടെ പല ഫോംസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. വൺ ഫുൾ ടേൺ ഹാസ് 10 സ്റ്റെപ്സ്. ഒരു ഫുൾ ടേണിന് 10 സ്റ്റെപ്സ് ആണുള്ളത്, 10 ബേസ് പെയർസ് ആണുള്ളത്. ലെങ്ത് ഓഫ് വൺ ഫുൾ ടേൺ 34 ആങ്സ്ട്രോം. അറ്റ് ഈച്ച് സ്റ്റെപ്പ് ദ സ്ട്രാൻഡ് ടേൺസ് 36 ഡിഗ്രി. ഓരോ സ്റ്റെപ്പിലും ഒരു 32 ഡിഗ്രി അത് ജസ്റ്റ് ടേൺ ചെയ്യും. ഓരോ വളവുകളും ഉണ്ടാവും. So here we are going to end the portion bio macromolecules. Next we can see metabolism. All the biochemical reactions taking place inside a living system constitute metabolism. ഒരു ലിവിംഗ് ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന എല്ലാ ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെയും ടോട്ടാലിറ്റി അല്ലെങ്കിൽ ആകത്തുകയാണ് മെറ്റബോളിസം. Removal of carbon dioxide from amino acids to form amine. Removal of amino group in a nucleotide base. Hydrolysis of glycosidic bond. ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് മാത്രമാണ്. ബോഡിയിൽ നടക്കുന്ന എല്ലാ റിയാക്ഷൻസും മെറ്റബോളിസം ആയിട്ട് കണക്കാക്കുന്നു. The intermediate products of metabolic reactions are called metabolites. അപ്പോൾ മെറ്റബോളിക് റിയാക്ഷൻസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രൊഡക്ട്സിനെ മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നു. Flow of metabolites in metabolic pathway has a definite rate and direction like automobile traffic. This metabolic flow is called dynamic state of body constituents. അപ്പോൾ മെറ്റബോളൈറ്റ്സ് ഒരു കൃത്യമായ ഒരു പാത്വേയിൽ കൂടിയാണ് മൂവ് ചെയ്യുക. ആ മെറ്റബോളിക് ഫ്ലോയിനെ ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ബോഡി കോൺസ്റ്റുവൻസ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ട് തരം മെറ്റബോളൈറ്റ്സ് ഉണ്ട്. പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്താണ്? ദേ ഹാവ് ഐഡന്റിഫയബിൾ ഫങ്ഷൻസ് ഇൻ ഫിസിയോളജിക്കൽ പ്രോസസ് ആൻഡ് നെസസറി ഫോർ ലൈഫ്. Primary metabolites like amino acid, sugar, nucleic acid, lipids, vitamins. ഇതിനൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓരോ ഫങ്ഷൻസിലും വ്യക്തമായ റോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള മെറ്റബോളൈറ്റ്സ് ആണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിലാണെങ്കിലോ ദേ ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ നോർമൽ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഓർ റീപ്രൊഡക്ഷൻ. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റീസിന് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്. അത് കോമൺലി കാണുന്നത് പ്ലാന്റ്, ഫംഗൽ ആൻഡ് മൈക്രോബിയൽ സെൽസിലാണ്. എക്സാമ്പിൾ ആൽക്കലോയിഡ്സ്, pigments, terpenoids, essential oils, toxin, lecithin, drugs. ഇതൊക്കെയാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ വരുന്നത്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ എക്സാമ്പിൾ പിഗ്മെന്റ്സ്, പ്ലാന്റ്സിൽ കാണുന്ന കെരോട്ടിനോയിഡ്സ്, കാരറ്റിലൊക്കെ കെരോട്ടിനോയിഡ്സ് ഉണ്ട്, ആന്തോസയനിൻസ്. ആൽക്കലോയിഡ്സ് മോർഫിൻ, കോഡീൻ. ടെർപിനോയിഡ്സ് മോണോടെർപീൻസ്, ഡൈടെർപീൻസ്. എസെൻഷ്യൽ ഓയിൽ ലെമൺ ഗ്രാസ് ഓയിൽ, പുൽത്തൈലം എന്നൊക്കെ പറയുന്നത്. ടോക്സിൻസ് അബ്രിൻ, റൈസിൻ. ടോക്സിൻ എന്ന് പറഞ്ഞാൽ പോയ്സൺസ്. ലെക്റ്റിൻസ് കോൺകാനവാലിൻ എ. ഡ്രഗ്സ് വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ. പോളിമെറിക് സബ്സ്റ്റൻസസ് റബ്ബർ, ഗംസ്, സെല്ലുലോസ്. ഇതൊക്കെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. പല യൂസസും ഇതിനുണ്ട്. കോൺകാനവാലിൻ എ ഉണ്ടാവുന്നത് കനാവാലിയ എൻസിഫോമിസ് അല്ലെങ്കിൽ ജാക്ക് ബീൻ. ഈ ബീനിൽ നിന്നാണ് കേട്ടോ. ബീൻസിന്റെ ഒരു വലിയ രൂപമാണിത്. അതിൽ നിന്നാണ് കോൺകാനവാലിൻ എ ഉണ്ടാവുന്നത്. ഇറ്റ് ഇസ് ആൻ ആൽക്കലോയിഡ്. വിൻബ്ലാസ്റ്റീൻ ഇത് കണ്ടിട്ടുണ്ടാവും. വിൻകാറോസിയ എന്ന് പറഞ്ഞ ശവന്നാറി പൂ എന്നൊക്കെയാണ് സാധാരണ ഇതിന് പറയുക. ദെൻ കുർക്കുമിൻ ടർമറിക്കിൽ നിന്ന്, മഞ്ഞളിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. റബ്ബറും ഗംസും, റബ്ബർ പാലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഗംസും കണ്ടിട്ടുണ്ട്. പല മരങ്ങളിൽ നിന്നും, ചെടികളിൽ നിന്നും, പ്ലാന്റ്സിൽ നിന്നും ഗംസ് ഉണ്ടാവും. ഇതൊക്കെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. ദീസ് ആർ ദ സീരീസ് ഓഫ് ലിങ്ക്ഡ് മൾട്ടി സ്റ്റെപ്പ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ മെറ്റബോളിസം. ഇതൊരു കംപ്ലീറ്റ് ബോഡിയിൽ നടക്കുന്ന കുറേ മെറ്റബോളിക് റിയാക്ഷൻസിന്റെ സ്റ്റെപ്സ് ആണ്, പാത്വേസ് ആണ്. ഒരു ഡെഫിനറ്റ് പാത്വേയിൽ കൂടിയാണ് മെറ്റബോളിസം നോർമലി നടക്കുക.
രണ്ട് തരം മെറ്റബോളിക് പാത്വേസ് ഉണ്ട്. അനബോളിക് പാത്വേസും കാറ്റബോളിക് പാത്വേസും, അല്ലെങ്കിൽ അനബോളിസവും കാറ്റബോളിസവും. അനബോളിസം മീൻസ് സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തൊരു കോംപ്ലക്സ് സ്ട്രക്ചർ ഉണ്ടാവുന്നത് അനബോളിസം. ഇറ്റ് കൺസ്യൂംസ് എനർജി, അതിന് എനർജി ആവശ്യമാണ്. അസറ്റിക് ആസിഡിൽ നിന്ന് കൊളസ്ട്രോൾ ഉണ്ടാവുക, അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാവുക, ഫോട്ടോസിന്തസിസ് നടക്കുക, അതൊക്കെ അനബോളിക് പാത്വേസ് ആണ്. നൗ വി ക്യാൻ സീ കാറ്റബോളിക് പാത്വേസ്. അപ്പോൾ അനബോളിക് പാത്വേയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കാറ്റബോളിക് പാത്വേ. ഹിയർ കോംപ്ലക്സ് മോളിക്യൂൾസ് സ്പ്ലിറ്റ് ചെയ്ത് സിമ്പിൾ സ്ട്രക്ചേഴ്സ് ഉണ്ടാവുന്ന പ്രോസസ്സാണ് കാറ്റബോളിക് പാത്വേ. ഇവിടെ എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. എക്സാമ്പിൾസ് ഗ്ലൂക്കോസ് ബൈ പ്രോസസ് ഓഫ് ഗ്ലൈക്കോളിസിസ്, ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നു, റെസ്പിറേഷൻ, ഇതൊക്കെ കാറ്റബോളിക് പാത്വേസ് ആണ്. എനർജി റിലീസ് ടു കാറ്റബോളിസം ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് കെമിക്കൽ ബോൺസ്. അപ്പോൾ കാറ്റബോളിസം വഴി റിലീസ് ചെയ്യുന്ന എനർജി കെമിക്കൽ ബോൺസിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. വെൻ നീഡഡ് ദിസ് ബോണ്ട് എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ബയോസിന്തറ്റിക്, ഓസ്മോട്ടിക് ആൻഡ് മെക്കാനിക്കൽ വർക്ക്സ്. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഓരോ വർക്ക്സിനും ഈ എനർജി യൂട്ടിലൈസ് ചെയ്യാം. അപ്പം എനർജി മോളിക്യൂളായിട്ട് കണക്കാക്കുന്നത്, എനർജി കറൻസി എന്ന് നമ്മൾ പറയുന്നത് ATP ആണ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതിന് തന്നെയാണ് നമ്മൾ ബോണ്ട് എനർജി എന്ന് പറയുന്നത്. ബോണ്ട് എനർജിയിലാണ് നമ്മുടെ എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കാറ്റബോളിസം വഴി റിലീസ് ചെയ്യുന്ന എനർജി ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. In organisms, the metabolites are present in different concentrations. പല കോൺസെൻട്രേഷനിലാണ് മെറ്റബോളൈറ്റ്സ് കാണുക. ബ്ലഡ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ എ നോർമൽ പേഴ്സൺ ഇസ് 4.2 to 6.1. കോൺസെൻട്രേഷൻ ഓഫ് ഹോർമോൺസ് പല അളവിലാണ് ഇതൊക്കെ കാണുക, നാനോഗ്രാംസ് പെർ ml. അപ്പോൾ പല അളവിലാണ് നമ്മുടെ ബോഡിയിൽ മെറ്റബോളൈറ്റ്സിന്റെ കോൺസെൻട്രേഷൻ കാണുക. Systems at equilibrium cannot perform work. As living organisms work continuously, they cannot reach equilibrium. That is, living state is a non-equilibrium steady state to be able to perform work. Living state എന്ന് പറഞ്ഞാൽ equilibrium, ഒരു ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. It is a constant effort to prevent falling into equilibrium. അപ്പോൾ എപ്പോഴും പ്രോസസ്സ് നടക്കുമ്പോൾ ഇക്വിലിബ്രിയം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കോൺസ്റ്റന്റ് എഫേർട്ടാണ് അവിടെ നടക്കുന്നത്. This is achieved by energy input obtained from metabolism. അപ്പോൾ മെറ്റബോളിസം വഴി കിട്ടുന്ന എനർജി വഴിയാണ് ഇതിന് വേണ്ട എനർജി കിട്ടുന്നത്. മെറ്റബോളിസം വഴി കിട്ടുന്ന എനർജിയാണ് ഇതിനെ സഹായിക്കുന്നത്. സോ നോ ലിവിങ് സ്റ്റേറ്റ് വിതൗട്ട് മെറ്റബോളിസം. എല്ലാ ലിവിങ് സ്റ്റേറ്റിനും മെറ്റബോളിസം ആവശ്യമാണ്. So here we are going to end the portion.